ഹലോ ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ പൂജ സിന്ദ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളിയുടെ ഉപയോഗങ്ങളെക്കുറിച്ചാണ്. വെളുത്തുള്ളി ഉള്ളിൽ കഴിക്കുമ്പോൾ നമ്മൾ പാലിലിട്ട് കഴിക്കുന്നതായിരിക്കും. പാലിൽ ഇത് തിളപ്പിച്ച് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ലശുന ക്ഷീരഭാഗം എന്നാണ്, ഇതൊരു രസായനമായിട്ടാണ് നമുക്ക് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പാലിലിട്ട് കഴിക്കരുത്. ലശുനം എന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളി പാലിലിട്ട് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം പ്രയോജനങ്ങളുണ്ട്. ഹെൽത്ത് വൈസായിട്ട് നോക്കുവാണെങ്കിൽ അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത്, BP റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും, BP കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും വയറുവീർപ്പിനും മലബന്ധത്തിനുമൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ ലശുന ക്ഷീരഭാഗം അല്ലെങ്കിൽ വെളുത്തുള്ളി നമ്മൾ പാലിന് ചേർത്ത് കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാൽഷ്യം ലെവൽസ് കുറഞ്ഞിരിക്കുന്ന ആൾക്കാരിലും ഇത് കാൽഷ്യം ലെവൽസ് കൂട്ടാനും സഹായിക്കും. അതുപോലെ തന്നെ സർക്കുലേഷനും കൂട്ടാൻ സഹായിക്കും. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്ന വഴി ഇത് നമ്മുടെ നടുവേദന, അതുപോലെ തന്നെ വാതസംബന്ധമായ പ്രോബ്ലംസ്, കോച്ചിപ്പിടുത്തം, ഇതെല്ലാം മാറാൻ സഹായിക്കുന്ന ഒരു വളരെ പ്രയോജനമുള്ള ഒരു ഔഷധമാണ് ലശുനത്തിൻ്റെ ക്ഷീരഭാഗം അല്ലെങ്കിൽ വെളുത്തുള്ളിയെ നമ്മൾ പാലിൽ ചേർത്ത് കഴിക്കുന്നത്. നമുക്കിതെങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിൽ നമുക്ക് 40 ml പാലാണ് വേണ്ടത്. അതുപോലെ തന്നെ 40 ml വെള്ളം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത്, പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ചൂടാക്കുക. അതിലേക്ക് 10 ഗ്രാം വെളുത്തുള്ളി ചതച്ചതിട്ട് ഈ പാല് നമുക്ക് തിളപ്പിച്ചെടുത്ത് അത് പകുതിയാക്കി വറ്റിക്കുക. അതായത് 40 ml ആക്കി തന്നെ വറ്റിച്ചെടുക്കുക. ഇത് 2 നേരമായിട്ട്, ആഹാരത്തിന് ശേഷം 2 നേരമായിട്ട് കഴിക്കുന്നത് നമുക്ക് ഇതുപോലുള്ള പ്രയോജനങ്ങൾ നമുക്ക് തരുന്നതായിരിക്കും. അതായത് ദഹന സംബന്ധമായിട്ടും നമുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ലശുന ക്ഷീരഭാഗം. ഇത് നിത്യേന അഭ്യസിക്കുന്നത് മൂലം നമുക്ക് നമ്മുടെ ദഹന സംബന്ധമായ പ്രോബ്ലംസിനും അതുപോലെ തന്നെ വാത സംബന്ധമായ പ്രോബ്ലംസിനെല്ലാം വളരെ ഫലപ്രദമാണ് ഈ ഒരു ലശുന ക്ഷീരഭാഗം. അതുപോലെ തന്നെ മറ്റൊരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലശുനത്തിന് തന്നെ തൈലമാണ്. അത് നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനാണ് പറയുന്നത്. അതായത് പുറമേ പുരട്ടാൻ പറ്റുന്ന തൈലം കണക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ് ഈ ലശുനത്തിൻ്റെ, അതായത് ഈ വെളുത്തുള്ളിയുടെ തൈലം തന്നെ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അത് നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി കണക്കത്തുള്ള വേദനകൾക്ക്, ന്യൂറോ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വേദനകൾക്കൊക്കെ നമുക്ക് പുരട്ടാവുന്നതാണ്. ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ കയ്യിലും കാലിലും ടിംഗ്ലിംഗ് സെൻസേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയുക മരവിച്ച് വരിക, അത് അങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് പുരട്ടാവുന്നത്. അതുപോലെ തന്നെ മസിൽ ക്രാംസിനൊക്കെ പുരട്ടാവുന്നതാണ് ഈ ലശുനത്തിൻ്റെ തന്നെ തൈല പ്രിപ്പറേഷൻ. അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് നോക്കാം. അത് നമ്മൾ ഇത് കണക്ക് തന്നെ ഒരു 10 ഗ്രാം വെളുത്തുള്ളി ചതച്ചത് നമ്മൾ പാലിലിട്ട് തിളപ്പിക്കുക. അതുപോലെ തന്നെ നെയ്യും കൂടെ അതിനകത്ത് ഒഴിച്ച് തിളപ്പിക്കുക. നെയ്യും കൂടെ ഒഴിച്ച് ഇത് നല്ലതായിട്ട് മിശ്രിതമാക്കിയതിന് ശേഷം നമ്മൾ തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് നെയ്യ് മാത്രമായിട്ട് വേർതിരിഞ്ഞ് വരും. ഈ മറ്റ് പാല് അതൊരു തൈര് മാതിരി ആകുന്നതും തൈര് പോലെ ആവുകയും ഈ നെയ്യ് മാത്രമായിട്ട് നമുക്ക് തെളിഞ്ഞു വരികയും ചെയ്യുന്ന ഒരു ഇത് എത്തുന്നത് വരെ നമ്മൾ ഇത് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ നെയ്യ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അത് നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഈ വേദന ഉള്ള ഭാഗത്തെല്ലാം പുരട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണാം. അതായത് മസിൽ പെയിനായാലും അതുപോലെ ഏത് വേദനകൾക്കായാലും വളരെ ശാശ്വത പരിഹാരം കിട്ടുന്നതാണ് ഇതുപോലെയുള്ള ലശുനം കൊണ്ടുള്ള അല്ലെങ്കിൽ വെളുത്തുള്ളി കൊണ്ടുള്ള പ്രിപ്പറേഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.